ഈ ഒരു വീഡിയോ നാട്ടിൽ നിന്ന് അബ്രോഡ് MBBS ചൂസ് ചെയ്ത് അബ്രോഡിലേക്ക് MBBS പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡാണ്. അബ്രോഡ് പോവുക എന്നുള്ളത് നിങ്ങളെ ലൈഫിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ്. ഈ ഡിസിഷനിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന അധികം ആരും പറഞ്ഞിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ അബ്രോഡ് MBBSനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇത് കാണാതെ ഒരിക്കലും നിങ്ങൾ അബ്രോഡ് MBBS ചൂസ് ചെയ്യരുത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ത്രൂ ഔട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ ആരാണ് അബ്രോഡ് MBBS ചൂസ് ചെയ്യേണ്ടത്, ആര് അബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ പാടില്ല, എങ്ങനെയുള്ള രാജ്യങ്ങളായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു രാജ്യം ചൂസ് ചെയ്യുന്നത്, അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, ആ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു ഏജൻസി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, ഒരു ഏജൻസി നോക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം, അതുപോലെ അൾട്ടിമേറ്റ്ലി നമ്മൾ അബ്രോഡ് എത്തുന്ന സമയത്ത് അനുഭവിക്കാൻ പോകുന്ന സ്ട്രഗിൾസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ പോകുന്നതിന്റെ മുന്നേ നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ അബ്രോഡുള്ള ഓരോ രാജ്യങ്ങളുടെയും പോസിറ്റീവായ കാര്യങ്ങളും നെഗറ്റീവായ കാര്യങ്ങളും ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏത് രാജ്യത്തേക്കാണ് പോവേണ്ടത്, അതേപോലെ നിങ്ങൾ അബ്രോഡ് പോവേണ്ട ആളാണോ അല്ലയോ, നിങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല രാജ്യം നല്ല യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കാമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിരിക്കണം എന്നുള്ളത്. ഈ വീഡിയോന്റെ അവസാനത്തിൽ അബ്രോഡ് MBBS ചൂസ് ചെയ്യുന്ന കുട്ടികൾ ഫേസ് ചെയ്യാൻ പോകുന്ന വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് അബ്രോഡ് MBBS ചൂസ് ചെയ്യുന്നത്? പലരും അബ്രോഡ് MBBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് കട്ട് ആയിട്ടാണ് കാണുന്നത്. ഇന്ത്യയിൽ നീറ്റൊക്കെ ഏത് ഗവൺമെന്റ് സീറ്റൊക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട്. ഇത് ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് ആണോ അബ്രോഡ് MBBS? അതായത് അവിടെ പോയിട്ട് ഈസി ആയിട്ട് നമുക്ക് MBBS ഡിഗ്രി എടുത്ത് വരാമെന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഈ വീഡിയോ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോ. അബ്രോഡ് MBBS ഡ്രീം എന്ന് ഡ്രോപ്പ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രോഡ് MBBS ഒരിക്കലും ഒരു ഷോർട്ട് കട്ട് അല്ല. നിങ്ങൾക്ക് ഇന്ത്യയിൽ MBBS പഠിക്കുന്ന കുട്ടികളെക്കാളും കൂടുതൽ എഫേർട്ട് ഇടേണ്ട ആളുകളാണ് നിങ്ങൾ. അതിനേക്കാളും കൂടുതൽ ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികളെക്കാളും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ആളുകളാണ് നിങ്ങൾ. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അബ്രോഡ് പൊതുവെ കുട്ടികൾ പോകാൻ 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ നാട്ടിൽ നമ്മൾ വിചാരിച്ചത്ര നീറ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അപ്പൊ ഗവൺമെന്റ് സീറ്റോ അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റോ കിട്ടിയിട്ടുണ്ടാവില്ല. അതായത് സീറ്റിന്റെ അവൈലബിലിറ്റിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അതല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രൈവറ്റ് കോളേജിൽ പഠിക്കാനുള്ള ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നല്ല പ്രൈവറ്റ് കോളേജ് കിട്ടിയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് ഒരു വർഷം ഓൾറെഡി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഒരു വർഷം നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ വയ്യ, ഒരു വർഷം പോക്കാൻ വയ്യ, അല്ലെങ്കിൽ പോക്കി കഴിഞ്ഞാലും കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല, എന്നാൽ ഒരു ഡോക്ടർ ആവണം എന്നുള്ള ഡ്രീം മനസ്സിലുണ്ട് എന്നുള്ള കുട്ടികൾ. അപ്പൊ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് അബ്രോഡ് കുട്ടികൾ വരുന്നത്. അൾട്ടിമേറ്റ്ലി എല്ലാവരുടെ മനസ്സിലും ഒരു ഡോക്ടർ ആവണം എന്നുള്ള ഡ്രീം ഉറപ്പിച്ചുകൊണ്ടാണ് എല്ലാവരും അബ്രോഡേക്ക് വരുന്നത്. അത് നാട്ടിൽ കിട്ടാത്തതുകൊണ്ടാണ് കൂടുതൽ ചൂസ് ചെയ്യുന്നത്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ ഗവൺമെന്റിൽ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിൽ കേരളത്തിൽ ഒരു സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഇവിടെ തന്നെ പഠിക്കാനാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് ഞാൻ എപ്പോഴും പറയുള്ളൂ. എനിക്കൊരു ഡോക്ടർ ആവണം എന്ന് പറഞ്ഞ ഡ്രീം മനസ്സിൽ ഉറപ്പിച്ച് ഇനി മുന്നോട്ടേക്ക് വേറെ ഒരു ഫീൽഡും ഞാൻ നോക്കൂല എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടികളാണ് ശരിക്കും അബ്രോഡ് MBBSലേക്ക് വരേണ്ടത്. ശരിക്കും ആരാണ് അബ്രോഡ് MBBS ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമ്മൾ മെന്റലി ഒരു ഡോക്ടർ മാത്രമേ ഞാൻ ആവുള്ളൂ, അല്ലെങ്കിൽ ഒരു MBBS ഡോക്ടർ എനിക്ക് ആവണം, അതല്ലാത്ത മറ്റൊരു കോഴ്സിലേക്കും ഞാൻ പോവില്ല എന്ന് ഉറപ്പിച്ച ആളുകൾ. അതായത് ഇപ്പൊ നമുക്ക് നഴ്സിംഗോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഒക്കെ കിട്ടിയാലും ഓക്കെയാണ്, MBBS കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അങ്ങനെയുള്ളതല്ലാത്ത എനിക്ക് ഡോക്ടർ തന്നെ ആവണം എന്ന് മെന്റലി ഉറപ്പിച്ച ആളുകൾ ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് നീറ്റ് എഴുതിയ സമയത്ത് നല്ല മാർക്ക് ഉണ്ട്, പക്ഷേ ഗവൺമെന്റ് സീറ്റ് അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് സീറ്റ് അക്വയർ ചെയ്യാനുള്ള മാർക്കില്ല. ഇങ്ങനെയുള്ള കുട്ടികളാണ് അബ്രോഡ് MBBS എന്ന് പറഞ്ഞാൽ അതിലേക്ക് വരുന്നത്. മൂന്നാമത്തെ കാര്യം ബഡ്ജറ്റ് ആണ്. അതായത് അബ്രോഡ് പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്കൊരു മിനിമം 30 to 32 ലക്ഷം രൂപ അഫോർഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഈ എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കുട്ടികളാണെങ്കിൽ പിന്നെ അബ്രോഡ് നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. ഇനി അതുപോലെ മറ്റൊരു കാരണം, പഠിച്ചു കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യണ്ട, എനിക്ക് കംപ്ലീറ്റ്ലി യൂറോപ്പിൽ സെറ്റിൽ ആയാൽ മതി, അല്ലെങ്കിൽ എന്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ തന്നെ യൂറോപ്പിൽ സെറ്റിൽ ചെയ്യാണ്, എന്റെ പേരൻസോ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സോ ആരൊക്കെയോ അവിടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് യൂറോപ്പിൽ സെറ്റിൽ ആയാൽ മതി എന്ന് വിചാരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ പഠിക്കുന്നതിനേക്കാളും ബെറ്റർ യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പഠിക്കുന്നതാണ്. കാരണം ഇന്ത്യയിൽ പഠിച്ച് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒന്ന് അവിടുത്തെ ഭാഷ പഠിക്കണം, അവിടുത്തെ ലൈസൻസിങ് എക്സാം ക്ലിയർ ചെയ്യണം, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ക്ലിയർ ചെയ്യണം, ഇങ്ങനെ ഒരുപാട് കടമകൾ ഉണ്ടാവും. അതേസമയത്ത് നമ്മൾ യൂറോപ്പിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ ഡ്രീമുള്ള കുട്ടികൾക്കാണെങ്കിലും യൂറോപ്പിൽ അല്ലെങ്കിൽ അബ്രോഡ് പഠിക്കുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ മറ്റൊരു സെറ്റ് ഓഫ് കുട്ടികളാണ് ചെറുപ്പം മുതലേ
അവർ മിഡിൽ ഈസ്റ്റിലായിരിക്കും വളർന്നിട്ടുണ്ടാവും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ ക്ലൈമറ്റ്, അതേപോലെ തന്നെ കേരളത്തിന്റെ ഈ ഒരു കൾച്ചർ, ഇതൊക്കെ പെട്ടെന്ന് കുട്ടികൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ വരുന്നത് പല സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോർജിയ പോലുള്ള രാജ്യങ്ങളാകുന്ന സമയത്ത് ഓൾമോസ്റ്റ് അവർ മിഡിൽ ഈസ്റ്റിൽ വളർന്ന അതേ കൾച്ചർ തന്നെയാണ് ഏകദേശം ജോർജിയയിലും വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറച്ചുകൂടെ അഡാപ്റ്റീവ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിനും അബ്രോഡ് MBBS എന്ന് പറയുന്നത് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് അബ്രോഡ് MBBSൽ വരാനുള്ള ഇനീഷ്യലി നമ്മൾ നോക്കേണ്ടത്. എന്നാൽ അബ്രോഡ് MBBS ചൂസ് ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ +2 ബയോളജി സയൻസ് പഠിക്കുക എന്നുള്ളതാണ്. +2 ബയോളജി സയൻസ് പഠിച്ചുകൊണ്ട് മാത്രമായില്ല, നമ്മൾ നീറ്റിന്റെ മിനിമം മാർക്ക് ഉണ്ടല്ലോ, അതായത് നീറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക്, ആ മാർക്ക് കിട്ടിയിട്ട് നമ്മൾ നീറ്റ് ക്വാളിഫൈ ആവണം. എന്നാൽ മാത്രമേ നമുക്ക് അബ്രോഡ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് അബ്രോഡ് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ കിട്ടാൻ ഒരിക്കലും നീറ്റിന്റെ ഒരു ആവശ്യമില്ല. പക്ഷെ പഠിച്ചു കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നീറ്റ് ക്വാളിഫിക്കേഷൻ മസ്റ്റ് ആണ്. അതായത് പോകുന്നതിന്റെ മുന്നേ നമ്മൾ നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം. നിങ്ങൾ പലരും പറയുന്നിട്ടുണ്ടാവും, പോയി കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടോ 2 കൊല്ലം കഴിഞ്ഞിട്ടോ വന്നിട്ട് നീറ്റ് ക്ലിയർ ചെയ്താൽ മതി. അതൊന്നും പറ്റൂല. പോകുന്നതിന്റെ മുന്നേ നമ്മൾ ക്ലിയർ ചെയ്യണം. ഇത് കാണാതെ ഒരിക്കലും നിങ്ങൾ അബ്രോഡ് MBBS ചൂസ് ചെയ്യരുത്. ആരാണ് അബ്രോഡ് MBBS ചൂസ് ചെയ്യേണ്ടത്, ആര് അബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ പാടില്ല, എങ്ങനെയാണ് ഒരു രാജ്യം ചൂസ് ചെയ്യുന്നത്, അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, നമ്മൾ ചൂസ് ചെയ്യുന്ന രാജ്യം അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളാണ് ഈ NMC ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ചില യൂണിവേഴ്സിറ്റികൾക്ക് ഈ 3rd ഇയറിൽ എത്തിക്കഴിഞ്ഞ ഒരു ഫിൽട്രേഷൻ എക്സാം ഉണ്ടാവും.